കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം എങ്ങനെ ബാക്കിലേക്ക് ഉരുളാതെ കൃത്യമായിട്ട് എടുക്കാമെന്ന് ചോദിച്ചു. വാഹനം എടുക്കുന്ന സമയത്ത് നല്ലപോലെ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ തന്നെയാണോ എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ തന്നെ ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾ പതിയെ, അതായത് ഈ വാഹനത്തിന്റെ സൗണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ സൗണ്ട് മനസ്സിലാക്കിയതിനു ശേഷം പതിയെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ഈ എടുക്കുന്ന സമയത്ത് ഈ നമ്മൾ കേട്ട സൗണ്ടിന് ഒരു വ്യത്യാസം വരും. ആ വ്യത്യാസം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ക്ലച്ചിൽ നിന്ന് വാഹനം ബാക്കിലേക്ക് പോകില്ല. അവിടെ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ, കണ്ട എന്റെ കാല് മാറിയിട്ടുണ്ട്. ഇപ്പം കൃത്യമായിട്ട് ബ്രേക്കിൽ നിന്ന് കാല് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്ത്, നിങ്ങളിപ്പം ക്ലച്ചിൽ നിൽക്കുന്ന വണ്ടി കയറ്റമാണ്, ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടരുത്. പതിയെ നിങ്ങൾ ആക്സിലേറ്റർ ഒന്ന് താങ്ങി വെക്കുക. ഒരുപാട് റേസ് ചെയ്യണ്ട, ക്ലച്ചിൽ നിന്ന് മെല്ലെ. അപ്പം ആക്സിലേറ്ററെ വെക്കുന്ന കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ഓടരുത്. എടുത്തോണ്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്ററെ കാലിരിക്കുന്ന കാലം ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ വണ്ടിക്ക് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് അതിനുള്ള സാഹചര്യം ചിലപ്പോൾ എല്ലായിടത്തും കാണണമെന്നില്ല. അപ്പൊ ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, ബാക്കിലേക്ക് ഉരുളാതെ ഇതേപോലെ നമുക്ക് ഒരു വാഹനം കരുതി എടുക്കാൻ കഴിയുന്നതാണ്. എന്നെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ്, എങ്ങനെ തനിയെ വാഹനം ഓടിക്കാൻ പേടി, അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ 75 വയസ്സുള്ള അപ്പച്ചന്മാർ ഓടിക്കുന്നു. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഓടിക്കാതിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.